അപ്പം എൻ്റെ മൂത്ത മോന് ആദ്യം സ്റ്റേജിൽ കയറുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അവൻ ആദ്യം ഡേ കെയറിലാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ ആനിവേഴ്സറി വന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ ഒക്കെ വന്നപ്പോൾ എല്ലാ പിള്ളേരെയും കയറ്റി എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനോട് ആദ്യത്തെ തവണ ഇവൻ എന്തൊക്കെയോ പഠിപ്പിച്ചു, ഇവൻ എന്താ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അവനിത് എല്ലാവരുടെയും കൂടെ നടന്ന് പഠിക്കുകയോ എന്തൊക്കെയോ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അവൻ ദിവസം വന്നപ്പോഴാണ് അവന് മനസ്സിലായത് സ്റ്റേജിൽ കയറി ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ചാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവൻ കരഞ്ഞു. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കരയുവാണെങ്കിൽ അവനെ അവിടുന്ന് മാറ്റണമെന്ന്. പിന്നെ അടുത്ത പരിപാടി വന്നപ്പോൾ അവൻ എന്തോ ചെയ്തു, ഞാൻ ചെയ്യുന്നില്ല എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു. കാരണം എന്താ, അതിന് മുന്നേ അവൻ ആ സ്റ്റേജിൽ കയറി നിൽക്കുന്ന ഒരു ട്രോമയായിട്ട് മാറിയായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞു, അവൻ തീരെ കുഞ്ഞാ, 3 വയസ്സ് താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ പോലും അവൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഡാൻസ് കളിക്കുന്നില്ല, ഞാൻ പാട്ട് പാടുന്നില്ല. അപ്പോൾ 2-3 ദിവസം ഈ ടീച്ചേഴ്സ് പല വിധേനയും ചെയ്യിക്കാനും ഒക്കെ ശ്രമിച്ചു. പറ്റുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചു, എന്ത് ചെയ്താ ചെയ്യുന്നില്ലെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ ചെയ്യുന്നില്ലെന്നാ പറയുന്നെങ്കിൽ അവൻ ചെയ്യണ്ട, കുഴപ്പമില്ല. അല്ല, എല്ലാ പിള്ളേരും സ്റ്റേജിൽ കയറുന്നുണ്ട്, അപ്പോൾ അവൻ മാത്രം കയറിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മോൻ സ്റ്റേജിൽ കയറണ്ട. എനിക്കറിയാമല്ലോ അവന് വിഷമായോണ്ടോ അവന് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് എനിക്കറിയാമല്ലോ. സോ എനിക്ക് വിഷമമില്ല. അവനെ ബുദ്ധിമുട്ടിച്ച് നിർബന്ധിച്ച് അടിച്ചൊന്നും എനിക്ക് സ്റ്റേജിൽ കയറ്റണ്ട, വേണ്ട, കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം സ്റ്റേജിലൊക്കെ കയറുന്ന ആളായിരുന്നു, ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു. ഞാൻ സ്റ്റേജിൽ കയറുന്ന ഒരു പേടിയുള്ള ഒരാളല്ല. പക്ഷെ എൻ്റെ മോനെ ചിലപ്പോൾ പേടിയായിരിക്കും, ഞാനത് അംഗീകരിക്കുന്നു.